കബറാളിക്ക് കബറിൻ്റെ അകത്തേക്ക് കള്ളുകുടിയനെ കൊണ്ടുവെക്കുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ അപകടം എന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, സഫറത്ത് ജഹന്നമ ബിഖുദൂമിഹാ, ആ കബർ കൊടുമ്പിരി കൊള്ളുമെന്നാണ്. കള്ളുകുടിയനെ, ലഹരി ഉപയോഗിച്ച് അടികൂടി മരണപ്പെട്ടു, ലഹരി ഉപയോഗിച്ച് വണ്ടി കൂടി ആക്സിഡന്റ് പറ്റി മരണപ്പെട്ടു, അങ്ങനെ തമ്മിൽ തല്ലിയും കുടുംബത്തെ നശിപ്പിച്ചുമൊക്കെ ജീവിച്ചു മരിച്ചവൻ്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ ഖബർ കെടിലം കൊള്ളുമെന്നാണ്. രണ്ടാമത് അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, നമ്മൾ മുഅ്മിനീങ്ങളാണല്ലോ. നിരീശ്വരവാദികൾ അവിടെ നിൽക്കട്ടെ, ഒരു റമദാനിൽ അവർക്കൊരു പണി കൊടുക്കണം, അത് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ മരണപ്പെട്ട് നമ്മൾ പരലോകത്തേക്ക് ചെന്ന് സിറാത്ത് പാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ പാലത്തിൽ അസ്സബാനിയത്തു ഇലാ നഹരിൽ ഖബാൽ, കള്ളുകുടിയന്മാർക്ക് കുടിക്കാനുള്ള തീ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിയിരിക്കുന്ന അപകടകരമായ കുഴിയിലേക്ക് സിറാത്ത് പാലത്തിൽ നിന്ന് സബാനിയത്തിൻ്റെ ശിക്ഷയുടെ മലക്കുകൾ അവരെ തള്ളിയിടുമെന്നാണ്. മൂന്നാമതോ അവർക്ക് ദാഹിച്ച് പരവശരായി കുടിക്കാൻ ചോദിക്കുമ്പോൾ ബിമാ ഇൻ കൽ മുഹ്ലി യശ്വിൽ വുജൂഹ്, ഇത് ആയത്താണ്. ബിമാ ഇൻ കൽ മുഹ്ലി യശ്വിൽ വുജൂഹ്, മുഖം പോലും കത്തിപ്പോകുന്ന നരകാഗ്നിയുടെ മോശമായ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുമെന്നാണ്. എപ്പോഴും പരലോകത്ത് എന്തോരു ദാഹമാണ് എന്നു പറഞ്ഞുകൊണ്ട് കള്ളുകുടിയന്മാർ, ലഹരിക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ അലഞ്ഞു നടക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൻ്റെ കേവലം ഒരു ഇച്ചിരി സുഖത്തിനു വേണ്ടി എല്ലാം മറന്നുറങ്ങാൻ, എല്ലാം മറന്ന് രസിക്കാൻ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അവനോട് ചോദിച്ചു അത്രേ, ഈ പ്രായത്തിൽ നീ എന്തിനാണ് ഇങ്ങനെ ഈ ലഹരിക്കടിപ്പെടുന്നത്? ആ സഹോദരൻ പറയാണ്, എല്ലാം മറന്ന് എല്ലാവരെയും താഴെയാക്കി ചിത്രശലഭം പോലെ പറന്നു പോകുന്ന ഒരു ഫീലാണത്രേ അവൻ ഉപയോഗിക്കുന്ന ആ MDMA അല്ലെങ്കിൽ ആ സാധനത്തിനുള്ളത്. സ്പ്രേ പോലെ, സുഗന്ധം പോലെ, കളറില്ലാതെ, മണമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ പൊടിയായി, പിന്നെ അടയാളങ്ങളായി, മഷി കൊണ്ട് വരയ്ക്കുന്നതായി, അങ്ങനെ പല രൂപത്തിലും കോലത്തിലുമാണ് നമ്മുടെ മക്കളത് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ മക്കൾക്ക് വരുന്ന മാറ്റങ്ങൾ, ഇവിടെ പെരുമാറ്റത്തിൽ വരുന്ന സ്വരച്ചേർച്ചകൾ, അതൊക്കെ വലിയ അപകടത്തിലേക്ക് എത്തും. ഏറ്റവും നല്ല മനഃശാസ്ത്രജ്ഞനെ, ഏറ്റവും നല്ല കൗൺസിലറെ കാണിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾ തിരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ വലിയ നാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പള്ളിയിലേക്ക് വരുന്ന മക്കളെ എത്ര ശാസ്ത്രീയമായാണ് അവരെ കൈവിട്ടു പോകാതിരിക്കാൻ ഉപദേശിച്ചിരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, മോനെ നിനക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ കാണിച്ച മനസ്സ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കാൻ തലോടിയിട്ട് കാണിച്ച മനസ്സ്, ഒരു കിളിയെ കൊണ്ട് നടന്നിരുന്ന കുഞ്ഞ് കിളിയില്ലാതെ പള്ളിയിൽ വന്നപ്പോൾ മോൻ്റെ കുഞ്ഞ് കിളിക്ക് എന്തു പറ്റിപ്പോയി എന്ന് എല്ലാം മറന്ന് ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരൻ രസത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മുടെ ഉമ്മയും വാപ്പയും മറന്നുപോയി. മക്കളെ മാറ്റിക്കിടത്തി, മക്കളെ സ്നേഹിക്കാതെ, മക്കളെ അകറ്റി, അവർക്കൊരു മുത്തം കൊടുക്കാതെ, അവരോട് വിശേഷം ചോദിക്കാതെ, അവരോട് ചിരിയും കളിയുമില്ലാതെ അവരെ ഒരു ലോകത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് അടച്ചിട്ട് അവർ പിന്നീട് ഏറ്റവും വലിയ ലഹരിയുടെ മാരക രോഗം ബാധിച്ചവരായി മാറിയതിന് ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? സ്കൂളും ഭരണാധികാരികളെയും നിങ്ങൾക്ക് പറയാം. ഏറ്റവും ഒന്നാമത് പറയേണ്ടത് നിങ്ങളെ തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം.